നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ശില്പം വെറുമൊരു ഭാവനയല്ല. റഷ്യയിലെ യാകൂഷ്ക് വിമാനത്താവളത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ വെങ്കല ശില്പത്തിന് പിന്നിൽ കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു യഥാർത്ഥ അതിജീവനത്തിന്റെ കഥയുണ്ട്. പ്രകൃതി മരണത്തിന് വിട്ടുകൊടുത്തിട്ടും ഒരു 3.5 വയസ്സുകാരിയെ മരണത്തിന്റെ വക്ത്രങ്ങളിൽ നിന്ന് തിരികെ പിടിച്ച ഒരു വളർത്തുനായയുടെയും പിഞ്ചുകുഞ്ഞിന്റെയും ചോരയുറഞ്ഞു പോകുന്ന കഥ. മോസ്കോയിൽ നിന്നും 5000-ലധികം കിലോമീറ്ററുകൾ അകലെ റഷ്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയുണ്ട്, സാഗ റിപ്പബ്ലിക്. നിശ്വാസവായുവിൽ പോലും ശൈത്യം ഇഴചേർന്നു നിൽക്കുന്ന, ഒരൊറ്റനോട്ടത്തിൽ അതീവ മനോഹരമെന്ന് തോന്നുന്ന ഭൂമി. എന്നാൽ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ കടുത്ത അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പ്രവിശ്യയിലെ ഒലേക് മിൻസ്കി ഡിസ്ട്രിക്റ്റിലാണ് ടൈഗ വനമേഖലയോട് ചേർന്ന് ഒലോം എന്ന കുഞ്ഞു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഭൂപടങ്ങളിൽ പോലും കൃത്യമായി അടയാളപ്പെടുത്താത്ത, നഗര സംസ്കാരങ്ങളൊന്നും തന്നെ എത്തിനോക്കാത്ത ഒരു ഒറ്റപ്പെട്ട നാട്. വെറും 13 ആളുകൾ മാത്രം താമസിക്കുന്ന പ്രദേശം. ഇവിടെ സെൽ ടവറുകളില്ല, ഫോണുകൾക്ക് റേഞ്ചില്ല. വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനുഷ്യർ വളരെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം, ഇവിടുത്തെ വീടുകൾക്കോ പറമ്പുകൾക്കോ അതിരുകളോ വേലികളോ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നാട് എവിടെ അവസാനിക്കുന്നു, ഘോരവനം എവിടെ തുടങ്ങുന്നു എന്ന് ഒരൊറ്റ കാഴ്ചയിൽ തിരിച്ചറിയാൻ കഴിയില്ല. തണുപ്പുകാലത്ത് മാത്രമല്ല, വേനൽക്കാലത്ത് പോലും രാത്രിയായാൽ ഇവിടുത്തെ താപനില 5 ഡിഗ്രിക്ക് താഴേക്ക് പോകും. ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലെങ്കിൽ മനുഷ്യൻ തണുത്തുവിറച്ച് മരവിച്ചു പോകുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അത്രയും കഠിനമായ കാലാവസ്ഥ. ഈ ഒലോം ഗ്രാമത്തിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് 2010-ൽ കരീന ചിക്കിട്ടോവ ജനിക്കുന്നത്. അമ്മ ആലിനയ്ക്ക് അന്ന് വെറും 18 വയസ്സ് മാത്രം. അച്ഛൻ റാഡിയോൺ റഷ്യൻ പട്ടാളത്തിലാണ്. അയാൾ എപ്പോഴും ദൂരെ കാടുകളിൽ റേഞ്ചറായി ജോലി നോക്കുന്നതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. കരീനയുടെ അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ജീവിക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ പാടത്ത് പണിക്കിറങ്ങും. അതുകൊണ്ടുതന്നെ ആ വീട്ടിൽ കരീനയ്ക്ക് കൂട്ടായി എപ്പോഴുമുള്ളത് നായിദ എന്ന അവളുടെ പ്രിയപ്പെട്ട വളർത്തുനായ മാത്രമായിരുന്നു. ജനിച്ച നാൾ മുതൽ ആ കുഞ്ഞ് കണ്ടതും വളർന്നതും കഠിനമായ സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ടുതന്നെ മറ്റു കുട്ടികളെപ്പോലെ വാശി പിടിച്ച് കരയുന്ന ശീലം അവൾക്കില്ലായിരുന്നു. സ്വന്തം കാര്യം നോക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ പഠിച്ചിരുന്നു. 2014 ജൂലൈ മാസത്തിലെ ആ ദിവസം. അന്ന് കരീനയുടെ അമ്മൂമ്മയ്ക്ക് കടുത്ത BP ആയതുകൊണ്ട് അവർ രാവിലെ പണി കഴിഞ്ഞു വന്ന് വീട്ടിൽ കടുത്ത ഉറക്കത്തിലായിരുന്നു. ഉണർന്നെണീറ്റ കരീന അമ്മൂമ്മയുടെ പഴയ വലിയൊരു ചെരുപ്പുമിട്ട് വീട്ടിന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് റോഡിലൂടെ പൊടി പറത്തിക്കൊണ്ട് ഒരു വാൻ വരുന്നത് കണ്ടത്. വാനിന്റെ വാതിൽ തുറന്നിറങ്ങി വന്നത് മറ്റാരുമല്ല, അവളുടെ അച്ഛനായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ട സന്തോഷത്തിൽ ആ 3.5 വയസ്സുകാരി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. കുറച്ചു സമയം മകളോടൊപ്പം ചിലവഴിച്ച ശേഷം ജോലിസ്ഥലത്തേക്ക് തിരികെ പോകാനായി അച്ഛൻ വാനിൽ കയറി. അച്ഛൻ ദൂരേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞിന് സഹിച്ചില്ല. അവൾ വിതുമ്പിക്കൊണ്ട് അച്ഛന്റെ വാനിന് പിന്നാലെ ഓടാൻ തുടങ്ങി. ഒപ്പം വിശ്വസ്തനായ നായിദയും ഉണ്ടായിരുന്നു. വാൻ വളരെ വേഗത്തിൽ പൊടിപറത്തി മുന്നോട്ടുപോയി. അച്ഛനെ തിരഞ്ഞ് വാനിന്റെ പിന്നാലെ ഓടിയ കരീനയ്ക്ക് വഴിതെറ്റി. വേലികളില്ലാത്ത ആ ഗ്രാമത്തിന്റെ അതിര് കടന്ന് അവൾ നേരെ നടന്നു കയടികളും ചെന്നായ്ക്കളും നിറഞ്ഞ സൈബീരിയൻ കാടിന്റെ ഉള്ളിലേക്കായിരുന്നു. ഏറ്റവും വലിയ ദൗർഭാഗ്യം, കുഞ്ഞിനെ കാണാതായിട്ട് 4 ദിവസം കഴിഞ്ഞാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. കുഞ്ഞ് അച്ഛന്റെ കൂടെ വാനിൽ പോയി എന്നാണ് അമ്മൂമ്മ കരുതിയത്. 4-ാം ദിവസം അച്ഛൻ തിരികെ വന്നപ്പോഴാണ് കുഞ്ഞ് 2 പേരുടെയും കൂടെയില്ലെന്ന ഞെട്ടിക്കുന്ന സത്യം അവർ തിരിച്ചറിയുന്നത്. അമ്മ ആലിന തകർന്നുപോയി. ഉടനടി അവർ പോലീസിൽ വിവരമറിയിച്ചു. 100-ലധികം രക്ഷാപ്രവർത്തകരും ഹെലികോപ്റ്ററുകളും അടങ്ങുന്ന വൻ സംഘം കാട് ഇളക്കിമറിക്കാൻ തുടങ്ങി. കാട്ടിനുള്ളിലെ ചെളിയിൽ പതിഞ്ഞ ഒരു കുഞ്ഞു ഷൂസിന്റെ അടയാളം മാത്രമായിരുന്നു അവർക്ക് കിട്ടിയ ഒരേയൊരു സിഗ്നൽ. പോലീസും നാട്ടുകാരും ഒരു വശത്ത് തിരച്ചിൽ നടത്തുമ്പോൾ മറുവശത്ത് ആ പെൺകുട്ടി കാടിന്റെ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയായിരുന്നു. വല്ലാതെ വിശന്നപ്പോൾ അവൾ കാട്ടിൽ കണ്ട ബെറിപ്പഴങ്ങൾ പറിച്ചു തിന്നു. ഏതാണ് വിഷമെന്നോ ഏതാണ് നല്ലതെന്നോ അവൾക്കറിയില്ലായിരുന്നു. ദാഹിച്ചപ്പോൾ കാട്ടിലെ അരുവികളിൽ നിന്ന് കൈകുമ്പിളിൽ വെള്ളം കുടിച്ചു. രാത്രിയായാൽ കാട് ഭയപ്പെടുത്തുന്ന ഒന്നായി മാറും. കടുത്ത തണുപ്പിൽ അവളുടെ ശരീരം വിറങ്ങലിച്ചു. ആ സമയത്ത് നായിദ അവൾക്ക് കാവൽ മാലാഖയായി. നായിദയുടെ ദേഹത്തോട് ചേർന്ന് ആ ചൂടേറ്റാണ് ആ കുഞ്ഞ് രാത്രികൾ തള്ളി നീക്കിയത്. ഒരിക്കൽ ഒരു ഭീമാകാരനായ കരടി അവളുടെ മുന്നിൽ വന്നു നിന്നു. നായിദ വിടാതെ കുരച്ചുകൊണ്ട് കരടിയെ നേരിട്ടു.
കരീന ഒരു മരക്കമ്പെടുത്ത് ഒരടി വെക്കാൻ പാകത്തിൽ ധൈര്യത്തോടെ നിന്നു. ആ സമയത്ത് മുകളിലൂടെ പറന്നുപോയ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് കരടി ഓടിപ്പോയതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. ദിവസങ്ങൾ 10 കഴിഞ്ഞു. രക്ഷാപ്രവർത്തകർ പോലും പ്രതീക്ഷ കൈവിട്ടു. ഒരു 3.5 വയസ്സുകാരി ഈ കൊടുങ്കാട്ടിൽ ഇത്രയും ദിവസം ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു. 11ാം ദിവസം ആ അവിശ്വസനീയമായ തിരിവുകളുണ്ടായി. അതുവരെ കരീനയുടെ നിഴലായി നിന്ന നായിദ പെട്ടെന്ന് അവളെ കാട്ടിൽ തനിച്ചാക്കി ഓടിപ്പോയി. തനിക്കിനി ആരുമില്ലെന്നോർത്ത് കരീന കാട്ടിൽ കിടന്ന് കരഞ്ഞുറങ്ങി. എന്നാൽ നായിദ അവളെ ഉപേക്ഷിച്ചതായിരുന്നില്ല. കുഞ്ഞുമായി നടന്നാൽ ഒരിക്കലും കാടിനു പുറത്തെത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ ജീവി തന്റെ അതിശയിപ്പിക്കുന്ന മണക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് വന്ന വഴികൾ കൃത്യമായി കണ്ടെത്തി നേരെ ഗ്രാമത്തിലെ രക്ഷാപ്രവർത്തകരുടെ ക്യാമ്പിലേക്ക് ഓടിയെത്തി. നായിദയെ ഒറ്റയ്ക്ക് കണ്ട രക്ഷാപ്രവർത്തകർക്ക് കാര്യം മനസ്സിലായി. നായിദ മുന്നിൽ നടന്ന് വഴി കാണിച്ചു. രക്ഷാപ്രവർത്തകർ അവന് പിന്നാലെ ഓടി. ഒടുവിൽ ഉൾക്കാട്ടിലെ ഒരു പുഴക്കരയിലുള്ള വലിയ പുൽക്കാടിന് മുന്നിൽ നായിദ വന്നു നിന്നു. ഉണക്ക പുല്ലുകൾ കൂട്ടിയിട്ട് അതിനു മുകളിൽ ചുരുണ്ടുകൂടി ഉറങ്ങുകയായിരുന്ന കരീനയെ അവർ കണ്ടെത്തി. നീണ്ട 12 ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ദേഹം ആകെ കൊതുകുകൾ കടിച്ചു വീങ്ങിയിരുന്നു. വല്ലാതെ പേടിച്ച് വിറച്ചിരുന്നെങ്കിലും അവൾക്ക് സാരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. മെഡിക്കൽ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ രക്ഷപ്പെടുത്തൽ. ഉടൻ തന്നെ അവളെ എയർലിഫ്റ്റ് ചെയ്ത് നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അവൾ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. സാധാരണ വലിയ ട്രോമകളിൽപ്പെടുന്ന കുട്ടികളുടെ മനസ്സ് തകർന്നു പോകാറുണ്ട്. എന്നാൽ കുറഞ്ഞ പ്രായം കരീനയ്ക്ക് തുണയായി. അവൾ ആ കറുത്ത ദിവസങ്ങളെ പതുക്കെ മറന്നു. ഇന്ന് അവൾക്ക് 15 വയസ്സിലധികം പ്രായമുണ്ട്. റഷ്യയിലെ മികച്ചൊരു സ്കൂളിൽ പഠിക്കുന്ന അവൾക്ക് ഭാവിയിൽ ഒരു ഡോക്ടറാകാനാണ് ആഗ്രഹം. മനുഷ്യൻ മൃഗങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തേക്കാൾ എത്രയോ മടങ്ങാണ് അവർ തിരിച്ചു നൽകുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നായിദ. തന്റെ ജീവൻ അപകടത്തിലായിട്ടും ആ കുഞ്ഞിനെ കാട്ടിൽ തനിച്ചാക്കാതെ 10 ദിവസം കാവലിരുന്ന നായിദ എന്ന ആ നായയും കരീനയും ഇന്നും ലോകത്തിന്റെ മനസ്സിൽ ഒരു അത്ഭുതമായി ജീവിക്കുന്നു. മൃഗങ്ങളുടെ സ്നേഹത്തിനും നന്ദിക്കും മുന്നിൽ മനുഷ്യൻ തോറ്റുപോയ, ചോരയുറഞ്ഞു പോകുന്ന ഈ അതിജീവനത്തിന്റെ കഥ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. മൃഗങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അവിശ്വസനീയമായ യഥാർത്ഥ കഥകളും ഇൻഫർമേഷൻ വീഡിയോകളും തുടർന്നും കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.